ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഉപകരണങ്ങളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 4 ബാക്ക് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിന് നിങ്ങൾക്ക് ഒരു ഡമ്പലിൻ്റെ ആവശ്യം പോലുമില്ല. നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അടിപൊളി വർക്കൗട്ടുകളാണ്. ഞാനിപ്പോൾ ഈ വർക്കൗട്ട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്, ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം വർക്കൗട്ട് ചെയ്തുകൊണ്ടതിനിടയ്ക്ക് വീഡിയോ എടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, സൂപ്പർ വർക്കൗട്ടുകളാണ്. നമ്മുടെ ഈ ഒരു ബാക്ക് മസിലൊക്കെ നല്ല ഒരു ഷേപ്പാക്കി മാറ്റാനൊക്കെ ഉപകരിക്കുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിനൊക്കെ കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനൊക്കെ നല്ല വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് വീഡിയോയിലോട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പുള്ളപ്സ് ആണ്. അപ്പം പുള്ളപ്സ് നമ്മുടെ ബാക്കിൻ്റെ വർക്കൗട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വർക്കൗട്ടാണ്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ബാക്കൊക്കെ ഡെവലപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് പുള്ളപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഈ ഷെയ്ഡിൽ നിങ്ങൾക്ക് പുള്ളപ്പ് ബാറൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ ഇതാണ്ട് ഇത് നിങ്ങൾക്ക് ഷെയ്ഡിൽ നിങ്ങൾക്ക് പുള്ളപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്ലോ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ താപ്പോട്ടൊക്കെ വരുന്ന സമയത്ത് മാക്സിമം പിടിച്ച് കൺട്രോൾ ചെയ്ത് വളരെ സ്ലോവിൽ താപ്പോട്ട് വരിക. ഓക്കെ, എത്രത്തോളം നമ്മൾ സ്ലോവിൽ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ബാക്ക് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റെപ്സ് നിങ്ങൾ ചെയ്യുക. ഒരു 3 സെറ്റ് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങളുടെ ബാക്ക് മസിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. അപ്പം പുള്ളപ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ബൈസെപ്സിൻ്റെ മസിൽസും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലോറിൽ കിടന്നിട്ട്, ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ താണ്ട വെറും ടൈലിൽ കിടന്നിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരു യോഗ മാറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയുടെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാലൊന്നും അനക്കാതെ ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലോവർ ബാക്കിന് വളരെ നല്ലൊരു വർക്കൗട്ടാണിത്. ഓക്കെ, ലോവർ ബാക്കിന് മാത്രമല്ല നിങ്ങളുടെ അപ്പർ ബാക്കിനും ഒരു നല്ല വർക്കൗട്ട് തന്നെയാണ്. പക്ഷേ ഇത് കൂടുതലായിട്ടും നമ്മുടെ ലോവർ ബാക്കിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടിപൊളി വർക്കൗട്ടാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങളുടെ ഈ ബോഡി എന്നിട്ട് അമിതമായിട്ട് കുലുക്കുകയൊന്നും ചെയ്യാതെ വളരെ സാവധാനം കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് ഫോളോ ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് എക്യുപ്മെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പം ഞാൻ റൂമിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ റൂമിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഷർട്ടൊക്കെ ഊരി കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അല്ലാതെ ബോഡി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഓക്കെ, ഇത് നമ്മുടെ കോബ്ര വർക്കൗട്ടാണ്. കോബ്ര സ്ട്രെച്ചിങ് ചെയ്യുന്ന വർക്കൗട്ടാണ്. ഇത് നമ്മുടെ ബാക്ക് മസിലിന് നല്ലൊരു ആക്ടിവേഷൻ കിട്ടുന്ന ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ലോവർ ബാക്കിനും അപ്പർ ബാക്കിനും അതൊക്കെ നമ്മുടെ ട്രാപ്സിൻ്റെ മസിൽസിനും ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ കിട്ടുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതൊരു കോമ്പൗണ്ട് വർക്കൗട്ടാണ്. ഇത് ചെയ്യുന്ന വഴി നമ്മുടെ ട്രൈസെപ്സ് അതിനൊക്കെ തന്നെ നമ്മുടെ ചെസ്റ്റ് മസിലിനൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, നല്ല കിടിലം ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റാണ്. ഓക്കെ, എല്ലാ വർക്കൗട്ടുകളും ചെയ്യുമ്പം നിങ്ങൾ വളരെ സാവധാനം നിങ്ങൾ കൺട്രോൾ ചെയ്ത് ചെയ്യുക. ഓക്കെ, ഒരുപാട് ഫാസ്റ്റായിട്ട് ചില ആൾക്കാരൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് കിടന്ന് വർക്കൗട്ടുകൾ ചെയ്യുന്ന കാണാം. ഒരു പ്രയോജനമില്ല ഫ്രണ്ട്സ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് മസിൽ ഗ്രൂപ്പിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ മസിൽ ഗ്രൂപ്പിലോട്ട് നമ്മുടെ പരമാവധി കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. വളരെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോകും. 4ാമത്തെ വർക്കൗട്ടും നമ്മൾ ഫ്ലോറിൽ കിടന്നതിന് ശേഷം ചെയ്യുന്നതാണ്. ഫ്ലോറിൽ കിടന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റാക്കി കിടന്നതിന് ശേഷം നോക്കുക, എൻ്റെ കൈ ഇങ്ങനെ മുമ്പോട്ട് നിവർത്തി വെക്കുക. അതിനുശേഷം നോക്കിക്കോളൂ, ബാക്കിലോട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക. സ്ക്വീസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ആ ഒരു ഇതാണ്ട് മേളിലോട്ട് നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. അടിപൊളി വർക്കൗട്ടാണ് ഫ്രണ്ട്സ്. ഇത് നിങ്ങളുടെ അപ്പർ ബാക്കിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഓക്കെ, ഇങ്ങനെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ നെക്ക് ഒരല്പം ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. നമ്മുടെ ആ ചെസ്റ്റ് ഭാഗം തൊട്ട് നെക്ക് വരെ നമ്മൾ അല്പം ഒന്ന് മേളിലോട്ടൊന്ന് സ്ക്വീസ് ചെയ്യുക. കണ്ടോ, ഇതാണ് വർക്കൗട്ട്. സൂപ്പർ വർക്കൗട്ടാണ്. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. അപ്പം ഈ
കാണിച്ച 4 വർക്കൗട്ടുകളും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. അതിന് നിങ്ങൾക്ക് ഒരു വലിയ മെഷീൻസിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് ജിമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സൊക്കെ നമുക്ക് ബാക്കിന് വർക്കൗട്ട് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ ഡമ്പൽ പോലും ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. അല്ല ഡമ്പലൊക്കെ ഉള്ളവർ ഡമ്പലൊക്കെ വെച്ച് തന്നെ വർക്കൗട്ട് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.